യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അന്ന. ഞാൻ മൂക്കന്നൂരിൽ നിന്ന് വരുന്നു. ഞാൻ കോക്കുന്ന് സെൻറ്റ് ജോസഫ് ചർച്ചിലെ ഇടവക അംഗമാണ്. ഞാനൊരു നേഴ്സാണ്. നേഴ്സിംഗ് ഞാൻ പഠിച്ചിറങ്ങിയത് 2023 അപ്പോൾ എല്ലാ നേഴ്സുമാരെ പോലെ പുറത്ത് പോയി വർക്ക് ചെയ്യണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ OET പഠിക്കാൻ വേണ്ടി പഠനത്തിന് ശേഷം ഇറങ്ങി. അതിനുശേഷം ഞാൻ ഒരു 3-4 മാസത്തെ ക്ലാസ് OET കൂടിയായിരുന്നു. എന്നിട്ട് ഞാൻ ആദ്യത്തെ ഡേറ്റ് എടുത്ത് എക്സാം എഴുതിയത് സെപ്റ്റംബർ മാസമായിരുന്നു. അന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു, കാരണം മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുവിധം നല്ല മാർക്കോട് കൂടി OET പാസ്സാകാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ എക്സാം അറ്റംപ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല നടന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ നന്നായിട്ട് എഴുതിക്കൊണ്ടിരുന്ന റൈറ്റിംഗ് മൊഡ്യൂളിന് എനിക്ക് ഏറ്റവും ലോ സ്കോർ കിട്ടി. അങ്ങനെ ഞാൻ അച്ചീവ് ചെയ്യുമെന്നൊരു ഡ്രീം നഷ്ടപ്പെടും എന്നെൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ എൻ്റെ അമ്മ വഴി ഞാൻ കൃപാസന മാതാവിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തായാലും മാതാവ് നടത്തി തരും എന്നൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ഒക്ടോബർ മാസം 30 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നന്നായി പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് പിന്നെ ഞാൻ പിറ്റേ മാസം, അതായത് നവംബറിൽ ഞാൻ വന്ന് ഡേറ്റ് എടുത്ത് എന്തായാലും ഉടമ്പടിക്ക് എടുത്തേക്കുന്നതാണ്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എനിക്ക് OET പാസ്സാകാൻ പറ്റുന്ന ഒരു പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നവംബർ 11 വീണ്ടും ഡേറ്റ് എടുത്ത് ഞാൻ എക്സാം എഴുതി. അന്ന് എക്സാമിന് പോണതിന് മുമ്പായിട്ട് നന്നായിട്ട് പഠിച്ചൊരുങ്ങി, അതുപോലെ ഉടമ്പടി തൈലൊക്കെ പൂശി ആണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോഴും എനിക്ക് അത്യാവശ്യം എളുപ്പമൊക്കെ ആയിരുന്നു. എക്സാം റൈറ്റിംഗ് മൊഡ്യൂളാണ് എനിക്ക് ഇച്ചിരി ടഫ്. പൊതുവെ എല്ലാവർക്കും അതാണ് എളുപ്പം, പക്ഷേ എനിക്ക് അതാണ് ഇച്ചിരി ടഫായിട്ട് തന്നെ. പക്ഷേ അത് ഞാൻ ഏകദേശം നന്നായിട്ട് തന്നെ എഴുതി അന്ന്. അതിനുശേഷം റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വീണ്ടും നേരെ ഓപ്പോസിറ്റ്, റൈറ്റിങ്ങിന് തന്നെ എനിക്ക് വീണ്ടും പോയി. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി, കാരണം ഉടമ്പടി എടുത്തിട്ടും വീണ്ടും എനിക്ക് എളുപ്പം എന്ന് ഞാൻ വിചാരിക്കുന്ന മൊഡ്യൂൾസിന് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആകെ വിഷമായി പോയി, കാരണം എൻ്റെ വിശ്വാസം അവിടെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ചോദ്യചിഹ്നം പോലെ അവിടെ കിടന്നു. പക്ഷേ ഞാൻ വീണ്ടും ഉറച്ച് വിശ്വസിച്ചു, കാരണം അച്ഛൻ പറയാറുണ്ടല്ലോ നമുക്ക് പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമെന്ന്. അപ്പം ഞാൻ വിശ്വസിച്ച് ഈശോ എന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇതിൽ വീണ് പോയി കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസം അവിടെ നഷ്ടപ്പെടും. അപ്പം ഞാൻ വീണ്ടും നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് കയറി. എനിക്ക് ഒരുപാട് സമയം ലേറ്റ് ആയതാണ്, എക്സ്പീരിയൻസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് കയറി. ജോലിയുടെ ഇടയ്ക്ക് ഞാൻ റൈറ്റിംഗ് മൊഡ്യൂൾ തന്നെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഫെബ്രുവരി മാസം വീണ്ടും ഡേറ്റ് എടുത്തു. അന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലൊക്കെ പൂശി, കൈമൊക്കെ പൂശി, അതുപോലെ ഉപ്പൊക്കെ ഭക്ഷണത്തിലിട്ട് കഴിച്ച് അന്ന് ഞാൻ ഇതുപോലെ ഒരുങ്ങിപ്പോയി. നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ തന്നെ അന്നും പോയത്. അന്ന് ഞാൻ വീണ്ടും എക്സാം എഴുതി. അന്ന് എനിക്ക് നല്ല സ്കോർ കിട്ടിക്കൊണ്ടിരുന്ന സ്പീക്കിങ്ങിന് എനിക്ക് ആകെ ടഫായിപ്പോയി. അന്ന് സ്പീക്കിംഗ് പറയുന്നതിൻ്റെ ടൈമിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് സ്റ്റോപ്പായിപ്പോയി. അത് എന്താ പറ്റിയെന്ന് അറിയില്ല. സ്പീക്കിംഗ് അറിഞ്ഞ് നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന എക്സാമിനർ പറയായിരുന്നു, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നെഗറ്റീവ് പോയിൻ്റ് വരാമെന്ന് പറഞ്ഞു. അപ്പം ആ എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നു. ഞാൻ അമ്മയോടും വീട്ടിലോടൊക്കെ പറഞ്ഞു മിക്കവാറും പാസ്സാവാനൊരു ചാൻസ് ഇല്ല, കാരണം ഇത്രയും മിസ്റ്റേക്സ് വരുത്തിയ സ്ഥിതിക്ക് സ്പീക്കിങ്ങിന് ചിലപ്പോൾ പോവായിരിക്കും. ബാക്കിയുള്ളതിന് കിട്ടിയാലും സ്പീക്കിങ്ങിന് പോയിട്ട് കാര്യമില്ല, കാരണം സ്കോർ അവിടെ കിട്ടുന്നില്ല. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വന്നപ്പോൾ അതിശയം എന്ന് പറയട്ടെ, സ്പീക്കിങ്ങിനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. ഞാൻ അതുപോലെ റൈറ്റിങ്ങിന് നല്ല മാർക്കോട് കൂടി തന്നെ ഫുൾ B സ്കോറോട് കൂടി മാതാവ് എന്നെ പാസ്സാക്കി. അതിൽ ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. അതിനുശേഷം പിന്നെ OET കഴിഞ്ഞാൽ പിന്നെ വരുന്ന എക്സാമാണ് CBT. അത് ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി. ഞാൻ ജൂൺ മാസം പോയി CBT എക്സാം എഴുതി. അതിലും ഉന്നത വിജയം തന്നെ കരസ്ഥമാക്കാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ ഉണ്ടായൊരു സംഭവമാണ്, നഴ്സുമാർ വീട്ടിലുള്ളവർക്ക് അറിയാൻ സാധിക്കും, നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വരെ പുറത്തേക്കുള്ളത് സ്റ്റോപ്പ് ചെയ്തു. അതായത് എൻ്റെ ഒരു ഡ്രീം പ്ലേസ് എന്ന് പറയുന്നത് UK പോയി വർക്ക് ചെയ്യാനായിരുന്നു. UK, അയർലൻഡ്, അതായത് മിക്ക സ്ഥലങ്ങളും സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ചോദിക്കുന്നതൊക്കെ ഒരു 5-6 എക്സ്പീരിയൻസ് ഉള്ളവരെയാണ്. എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ ആകെക്കൂടി ഒരു 6-7 മാസത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പം തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വർക്ക് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് 2 വർഷത്തെ എക്സ്പയറി ഉള്ളൂ OETക്ക്. അപ്പം അതിനുമുമ്പ് എങ്ങനെയെങ്കിലും കിട്ടുമായിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു.
അങ്ങനെ വർക്ക് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞു. ഒരു 14 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുവരെ ഒരു കോളും കാര്യങ്ങളും ഒന്നും വന്നില്ല, ഇൻ്റർവ്യൂസോ ഒന്നുമില്ല. അപ്പോഴും ഞാൻ വിചാരിക്കുക, ദൈവമേ പെട്ടുപോയോ, നാട്ടിൽ തന്നെ ഇനി വർക്ക് ചെയ്യേണ്ടി വരുമോ, എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ലേ എന്നുള്ളൊരു വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ മാസം ഡിസംബർ 2 വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഓരോ ഏജൻസിക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കണ്ടായിരുന്നു, എൻ്റെ ബയോഡാറ്റ ഇങ്ങനെ അയച്ചു കൊടുക്കണ്ടായിരുന്നു. പക്ഷേ എവിടെ നിന്നൊരു കോള് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഡിസംബർ 2 ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. പിറ്റേ ദിവസം തന്നെ എനിക്ക് ഒരു ഇമെയിൽ വന്നേക്കാണ് UK നിന്ന്. നോക്കുന്നുണ്ടോ ഇപ്പോഴും റിക്രൂട്ട്മെൻറ്റ് എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ഇമെയിൽ വന്നു. പക്ഷെ ഞാൻ അത് കണ്ടപ്പോൾ അത്രയും സന്തോഷിച്ചൊന്നുമില്ല. കാരണം ഇപ്പോൾ ഭയങ്കര ഫേക്കായിട്ട് കുറേ ഏജൻസികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുപോലെ തന്നെ ഫേക്കായിട്ട് എന്തെങ്കിലും വന്നേക്കുന്നതായിരിക്കും എനിക്ക്. അപ്പം ഞാനത് കണ്ടു, പിന്നെ റിപ്ലൈ ഒന്നും കൊടുത്തില്ല, ഞാനതങ്ങോട്ട് വിട്ട് കളഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ ആ ഏജൻസിയെ പറ്റി അന്വേഷിച്ചപ്പോൾ അവിടെ UK തന്നെയുള്ളൊരു വലിയൊരു ഏജൻസി തന്നെയാണ് എന്നെ കോൺടാക്ട് ചെയ്തേക്കണതെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ കുറേ ചാനൽസും കാര്യങ്ങളും പിന്നെ എനിക്ക് അവിടെ പരിചയമുള്ളവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ നല്ല ഏജൻസിയാണെന്ന് അറിഞ്ഞു. അങ്ങനെ അവരെനിക്ക് അയച്ച മെയിലിന് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു. പിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ ഡിസംബർ 3 തുടങ്ങി എൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് പെട്ടെന്നായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അതിന് ശേഷം ഒരു എക്സാം ഉണ്ടായിരുന്നു. എക്സാം പാസ്സായാലാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് 1 വർഷമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് ടഫായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. അത് ഞാൻ നന്നായിട്ട് ഒരുങ്ങി പഠിച്ചു. അങ്ങനെ ആ സ്ക്രീനിങ് ടെസ്റ്റ് ഞാൻ പാസ്സായി. അതിനുശേഷം ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ്റർവ്യൂ പറഞ്ഞു. ഇൻ്റർവ്യൂ നല്ല ടഫായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഇതുപോലെ 2 പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തന്നെ എനിക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ട വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഒന്നെന്ന് പറയുന്നത് COS ആണ്, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. അത് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ചയെങ്കിലും മിനിമം പിടിക്കും. അപ്പോൾ എനിക്ക് അവർ ഓഫർ ലെറ്ററിൽ തന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 23 ഞാൻ അവിടെ UK എത്തണം എന്നാണ്. പക്ഷേ ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് കിട്ടുക, അതോടൊപ്പം വിസ അപ്ലൈ ചെയ്ത് വിസ വരാം, അതെന്തായാലും നടക്കുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ വീട്ടിലായാലും ഞാൻ പറഞ്ഞു ഇത് നടക്കുമെന്ന് തോന്നണില്ല. പക്ഷെ എന്നാലും ഞാൻ ഉറച്ച് വിശ്വസിച്ച് എന്തായാലും ഉടമ്പടി എടുത്തേക്കുന്ന ആൾ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കാണ്ടിരിക്കില്ല എന്ന്. അങ്ങനെ എൻ്റെ 2-3 ആഴ്ചയ്ക്ക് കിട്ടുന്ന COS വെറും 4 ദിവസം കൊണ്ട് മാതാവ് എനിക്ക് തന്നു. അതിനുശേഷം പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യമാണ്. വിസ ഇതുപോലെ തന്നെ 2 ആഴ്ച 3 ആഴ്ച എടുക്കും. അപ്പം സ്കിൽഡ് വർക്കർ ആണെങ്കിൽ പോലും കുറച്ച് ടൈം എടുക്കും വിസ വരാനായിട്ട്. ഇതുപോലെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷെ ഞാൻ പോകാനുള്ള ഒരുക്കങ്ങളൊന്നും തുടങ്ങിയില്ല, കാരണം വിസ വരാണ്ട് പോകാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ലായിരുന്നു. അതിനുശേഷം വെറും 2 ആഴ്ച 3 ആഴ്ചയ്ക്കുള്ളിൽ വന്ന വിസ എനിക്ക് 8 ദിവസം കൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെ എല്ലാ പ്രോസസ്സിങ് വെറും ഒരു 30 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല സ്പീഡോട് കൂടി തന്നെ നടന്നു. അങ്ങനെ ഈ 22 ഞാൻ UK പോവുകയാണ്. അവിടെ എനിക്ക് നല്ലൊരു NHS ഹോസ്പിറ്റലിൽ തന്നെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി കിട്ടി. അപ്പം മാതാവ് എനിക്ക് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് എന്നെ വളരെയേറെ സഹായിച്ചു. എക്സാമിന് പോയപ്പോഴും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി, ഉടമ്പടി തൈലൊക്കെ പൂശി നല്ല രീതിയിൽ തന്നെ എനിക്ക് പോയി എക്സാമൊക്കെ എഴുതാൻ സാധിച്ചു. അതിൽ ഒരുപാട് നന്ദി ഞാൻ അമ്മയോട് പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായാൽ പോലും അവിടുത്തെ പേഷ്യൻസിൻ്റെ അടുത്ത് എനിക്ക് മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും പത്രം കൊടുക്കാനും അതുപോലെ ചെറിയ സഹായം ചെയ്യാനൊക്കെ എനിക്ക് സാധിച്ചു. അതുപോലെ ആത്മീയ തലത്തിൽ എനിക്ക് വളരാനായിട്ട് ഒരുപാട് സഹായിച്ചു മാതാവ്. അതായത് പള്ളിയിൽ പോകാനും അതുപോലെ നല്ല കുമ്പസാരം നടത്താനും ബൈബിൾ എന്നും വായിക്കാൻ, അതുപോലെ സമ്പൂർണ്ണ ബൈബിൾ എനിക്ക് മുഴുവനായിട്ട് വായിച്ചു തീർക്കാൻ സാധിച്ചു. അത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. അതുപോലെ വചനം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടുള്ള അനുഗ്രഹം എനിക്ക് തന്നു. ഞാൻ എന്നും ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ സമയമായപ്പോൾ എൻ്റെ ദൈവം എന്നെ ഉയർത്തി. അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. മാതാവിനും യേശുവിനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:18-19 തിരുവചനങ്ങളിൽ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. തൻ്റെ ജീവിതത്തിൽ തനിക്ക് തടസ്സങ്ങൾ എന്താണെന്ന് അന്നഷാജി പറഞ്ഞു. തനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരിയേറെ മക്കൾ നിൽക്കുമ്പോഴും
തൻ്റെ കാര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ, അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് ലഭിച്ച ജോലി, അതും നല്ല ഒരു സ്ഥാപനത്തിലൊക്കെ തനിക്ക് ജോലി ലഭിച്ചു. അതിനെക്കുറിച്ചാണ് ഈ മകളിവിടെ നമ്മോട് സംസാരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം താൻ കൊടുക്കാൻ തുടങ്ങിയത്. ഉടമ്പടി എടുത്തപ്പോൾ മുതൽ തനിക്ക് യാതൊന്നും മാറ്റങ്ങളൊന്നും തനിക്ക് വന്നില്ല. ഉടമ്പടി ജീവിതത്തിൽ താനും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. എന്നാൽ പിന്നീട് ഉടമ്പടിയെ സ്നേഹിക്കുകയാണ്, ഉടമ്പടി ജീവിതത്തെ സ്നേഹിക്കുകയാണ്. അങ്ങനെ ഉടമ്പടി ജീവിതത്തെ സ്നേഹിക്കുമ്പോൾ അത് തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ ഒരു ജീവിതമാണ്. അങ്ങനെയാണ് പിന്നീട് കർത്താവിൻ്റെ പ്രേക്ഷിതരായിട്ട് നമുക്ക് ഏറ്റവും തീക്ഷ്ണതയോടെ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കുവാനും അത് ചെയ്യുവാനും കഴിയുന്നു. കർത്താവ് നമ്മുടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നു. തനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള രീതിയിൽ പല തടസ്സങ്ങൾ വരുമ്പോഴും ഈ മകൾ അങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും പിന്നീട് തനിക്ക് കിട്ടിയ കൃപകൾ ഓരോന്നും പെട്ടെന്നായിരുന്നു. താൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ മുതൽ വളരെ പെട്ടെന്ന് തനിക്ക് പല കാര്യങ്ങളും ക്ലിയർ ആകുന്നു. ഇങ്ങോട്ട് ഏജൻസി വിളിച്ച് ചോദിക്കുന്നു, അതായത് നാളുകളായിട്ട് യാതൊരു അനക്കവും ഇല്ലാതെ കിടന്ന ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും UK വരാൻ പ്ലാനുണ്ടോ എന്ന്. അങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ മകളുടെ സംസാരത്തിലൂടെ, അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. അപ്പോഴൊരു ഏജൻസിയൊക്കെ വീണ്ടും തന്നെ വിളിക്കുകയും തനിക്ക് കാര്യങ്ങളൊക്കെ പിന്നീട് വളരെ എളുപ്പത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് എന്നുള്ള രീതിയിൽ ക്രമപ്പെടുകയാണ്. ഇവിടെയാണ് ഉടമ്പടിയുടെ ഭാരലഘുത്വവും സമയ ചുരുക്കവുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക. അങ്ങനെ ഇന്ന് തനിക്ക് എങ്ങനെയാണ് കർത്താവിന് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയാകാൻ കഴിയുന്നതെന്ന് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ വഴിയായിട്ട് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.